മലയാളികൾക്ക് എവിടെ പോയാലും മലയാളം ഭക്ഷണം തന്നെ കിട്ടണം. ഇന്ന് ഉച്ചക്കൊരു പ്രശ്നമുണ്ടായി. ഞാൻ ഊട്ടിയിൽ വന്ന് ഒരു വലിയൊരു ഹോട്ടലാണെന്ന് വിചാരിച്ചാൽ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോലും വയറിളക്കം പിടിക്കില്ല. പിന്നെ കുറച്ചങ്ങോട്ട് ഞാൻ തപ്പി ഒരു ഹോട്ടൽ കണ്ടെത്തി, അറഫ ഹോട്ടൽ. നോക്കുമ്പോൾ അത് നമ്മളെ ചങ്കിൻ്റെ തന്നെ ഹോട്ടലാണല്ലേ. അതെ, ഇവിടെ ഫുൾ മലയാളം ഭക്ഷണമാണ് കിട്ടുന്നത്. മെയിനായിട്ട് കേരള ഫുഡാണ്. അതന്നെ, കേരള മലയാളികളെ ഇതിൻ്റെ ഒരു കച്ചവടമാണത്. അതെ അതെ, ഇവിടെ ചിലപ്പോൾ ഇവിടെ വന്ന് മലയാളത്തിൽ എഴുതിയത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത് മാത്രമല്ല, കേരള ഫുഡ് ഒറിജിനൽ എല്ലാ നാടൻ ഫുഡൊക്കെ ഉണ്ടോ? നാടൻ ഫുഡ്, എല്ലാ ഫുഡുണ്ട്. ഊണ്, പിന്നെ ഉച്ചക്കാണ് ഇവിടെ കുറെ ആൾക്കാർ വരിക. കേരള ഫുഡ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം വേറെ പ്രശ്നമുണ്ട്, മലയാളികൾക്ക് എപ്പോഴും എവിടെ ചെന്നാലും മലയാളം ഫുഡ് തന്നെ കിട്ടണം. അതെ അതെ അതെ. കാരണം ബോർഡ് മാത്രമേ ഉണ്ടാവൂ. അതെ, ഇന്ന് ഞങ്ങളൊരു ബിരിയാണി കഴിച്ചു. അത് കേരള ബിരിയാണി അല്ല, പക്ഷെ എന്താ നമ്മുടെ നാട്ടിലെ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി പോലത്തെ ബിരിയാണിയാണ്. എന്നാലും ആ ബിരിയാണിക്ക് 200 രൂപ എത്ര ചാർജും ഉണ്ട്. പക്ഷേ നമ്മളാ ഒരു ബിരിയാണിന്റെ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഇവിടെ ഒറിജിനൽ കേരള സ്റ്റൈൽ ബിരിയാണി, മലബാർ ബിരിയാണി ഇല്ല. അപ്പുറത്താളാണ് നമ്മൾ. പിന്നെ തലശ്ശേരി ബിരിയാണി ഒക്കെ ഉണ്ടോ? ഉണ്ട്, തലശ്ശേരി ബിരിയാണി, മലബാർ സ്റ്റൈൽ ബിരിയാണി. ഓക്കെ ഓക്കെ. ഏതായാലും ഇവിടെ ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും നോക്കട്ടെ. ഏതായാലും നമ്മളെ കേരള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഊട്ടി വിഭവം കൊണ്ട് നമ്മൾ വിരുന്ന് വിട്ടിരിക്കുകയാണ്. പ്രത്യേകത ഊട്ടിയിൽ മാത്രം കിട്ടാൻ ഒരു പ്രത്യേകത ആണല്ലേ. അല്ല, എല്ലാവരും ഇപ്പം എന്നോട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു വർക്കി കൊണ്ടുവരണം. ഇതിൽ നമ്മളെ കേരളത്തിലൊന്നും വർക്കി ഉണ്ടാക്കൂല അല്ലേ? കേരളത്തിൽ അതെ അതെ. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ ഊട്ടിപ്പറിക്ക് പ്രത്യേകത? ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഓഹോ, അങ്ങനെ. കൂടുതലൊരു നാട്ടിലൊക്കെ ഈ പറക്കി ഉണ്ടാക്കി. അല്ല, എനിക്കറിയാം കേരള ഫുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ആണ് നമ്മുടെ ഊട്ടിയുടെ സ്പെഷ്യൽ വർക്കി. ഊട്ടിയുടെ സൗന്ദര്യം പോലെ തന്നെ സുന്ദരാണ് ഈ വർക്കി. ഊട്ടി വർക്കി യു ലൈക്ക്? ഇവിടെ അല്ലേ ഊട്ടിയിൽ വന്ന് താമസിച്ച്? ഒരു നാട്ടുകാരാ? വയനാട്ടുകാരാണ്. വയനാട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ തണുപ്പൊക്കെ ഓൾറെഡി. ഓഹോ, തമിഴ് അറിയാല്ലേ? तुम इधर क्या स्पेशलिस्ट है? हम तंदूरी बनाता है. तंदूरी. ओके ओके ओके. नॉर्थ इंडिया से ही आकर इधर बनाता है, इसलिए सब ओरिजिनल होता है. पूरा ओरिजिनल, टेस्ट भी अच्छा रहता है. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റ് വണ്ടികൾ ഇവിടെ നിർത്തി അങ്ങനെ കഴിച്ചു പോയി. ഇവിടെ നിർത്തി, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ തിരക്ക് കൂടി വരികയാണ്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പാർസൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ ചീഫ് കുക്കായിട്ട് മുനീർ വണ്ടൂരിനെ അവർ പൊക്കിയിരിക്കുകയാണ് ഇങ്ങോട്ട്. കേരളത്തിനൊരു വലിയ നഷ്ടം തന്നെ. നിങ്ങൾ ഇങ്ങനത്തെ കുക്കളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമല്ലേ? നമ്മള് കേരള ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കേരളക്കാർ വേണമല്ലോ. ഇവിടെ എന്താണെന്ന് അറിയാം, ഞാൻ കണ്ടൊരു പ്രത്യേകത, തമിഴ് ഫുഡ് തമിഴ് ആൾക്കാർ, മലയാളം ഫുഡ് മലയാളികൾ അല്ലേ, എല്ലാം. പിന്നെ ഹിന്ദിക്കാർ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പെഷ്യലിസ്റ്റുകളുണ്ട്. നമ്മളിപ്പോൾ പീഡിയാട്രിഷ്യൻ, ഗൈനക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ എല്ലാത്തിനും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള കുക്കുകളാണ് നിങ്ങൾ ആക്കിയിരിക്കുന്നത് അല്ലേ? आप क्या स्पेशलिस्ट है इधर का? हम यहाँ पे इंडियन का स्पेशलिस्ट है. इंडियन हिंदी फूड. आप आसाम से? नहीं, हम वेस्ट बंगाल. वेस्ट बंगाल से. हो केमन आछो? बालवाची. कल्लूर. തമിഴ് അറിയാം, മലയാളം. ഈ ഗുഡല്ലൂരുകാർക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇവർക്ക് ഏത് ഭാഷ മാനേജ് ചെയ്യാന്നുള്ളതാ. അതേസമയം കന്നഡയിൽ എങ്ങനെ പറയും? നിങ്ങൾ കേരളത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന അവിടെ അല്ലേ? കോഴിക്കോട് നിന്നല്ലേ? കോഴിക്കോട് ഇവരെ പരിചയപ്പെട്ട് വളരെ നന്ദിയുണ്ട്. കാരണം ഇവർ ലഹരിക്കെതിരെ ശക്തമായിട്ട് പോരുന്ന പോരാളികളാണ്. നമ്മളും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, അത് കരാട്ടക്കാരും അല്ലേ? ഇവിടെ തന്നെ ഓർഡർ ചെയ്യാൻ സ്പെസിഫൈ ചെയ്തെന്തുകൊണ്ടാണ്? കേരള ഫുഡ് കണ്ടപ്പോൾ. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ഒരു കറിയാ. കഞ്ഞിയില്ലേ? കുട്ടികളെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂല്ലേ ഇവിടുന്ന്? കഞ്ഞി, പൂള അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും പാടില്ലല്ലേ ഊട്ടി? പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ അവരല്ലേ? ഓക്കെടാ, ഞാൻ കാണാം. ഇപ്പൊ കാരക്കുന്ന് വന്നാണ്. ഓക്കെ, 34. ഓക്കെ. അല്ലാണ്ട് തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഇന്നലെ വയനാട് പോയി. അല്ല, ഞാനിന്ന് ഇവിടെ ഹോറിബിൾ തണുപ്പാണ് പ്രതീക്ഷിച്ചത്. അല്ല, ഫുഡ് അല്ല, അടിപൊളി ഫുഡ് കൂടി കഴിക്കാൻ വന്നല്ലേ? എവിടെ സ്ഥലം? എവിടെയാ? കോഴിക്കോട്ടുകാരൊരു പ്രളയമാണല്ലോ. കൊടുവള്ളിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ജോലിന്റെ ആൾക്കാരല്ലേ? ഒരു പാടില്ല, മോശമല്ലേ? റൂമുകളും നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടല്ലേ? ആണല്ലേ? വില്ലകളൊക്കെ ഉണ്ട്. യു ലൈക്ക് ദ ഫുഡ്? യാ, എക്സലന്റ്.
ഓക്കെ. ഫുഡ് യു ലൈക്ക് ഫുഡ്? ഓക്കെ ഓക്കെ. ഈ ഹോട്ടലിൽ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് 200 രൂപക്ക് കഴിച്ചു. ഇവിടെ എത്ര ബിരിയാണിക്ക്? ഇവിടെ 160 രൂപ. അത് ഉച്ചയ്ക്ക് കഴിച്ചത് കേരള ബിരിയാണിയും അല്ല. പിന്നെ മീൽസിന് എത്ര പറഞ്ഞു? മീൽസ് 80 രൂപ. ഈ ഊട്ടിയിൽ എവിടെയും അത് കിട്ടൂല അത്ര റൈസ്. കാരണം ഞാനിന്ന് ഉച്ചയ്ക്ക് ഞാൻ തന്നെ അനുഭവിച്ചാണ്. ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാണല്ലോ ഉച്ചയ്ക്ക്. കാരണം അവിടുത്തെ റേറ്റും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമുണ്ട്. അല്ല ഒന്ന് JDT. ആ ഓക്കെ ഓക്കെ. ഏതാ കോഴ്സ് ഏതാ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. എന്ത്? ഇലക്ട്രിക്കൽ ആൻഡ് ഓ എന്താണ് നീ ഇവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം? നല്ല ഭക്ഷണമാണ്. അല്ലല്ല, ഇവിടെ താമസമാണ് നീ അല്ലേ? ഇവിടെ LLB കോളേജ് പഠിക്കും. ഏത് കോളേജ്? മലപ്പുറത്താണ്. ഓഹോ. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരാൻ കാരണം? ഓ അപ്പോൾ വരും. കേരളത്തിന്റെ ഫുഡ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറഫ ഹോട്ടലിൽ ശരി. बहुत भाषा बोलने वाले आदमी आता है ना इधर? बहुत अलग अलग भाषा बोलने वाले ओके मलयालम, इसलिए भाषा सीखने का मौका भी मिलता है आपको. जी सर. മന്തി സെറ്റാക്കാണല്ലേ? ഇതെങ്ങനെ ഈ മന്തിൻ്റെ ഓരോരോ ഇതിലെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ മന്തിയാണ്. ഫുൾ മന്തി തന്നെ ഒരു 1.5 മന്തിയാണല്ലോ അല്ലേ? എക്സ്ട്രാ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? സംഗതി പണക്കാരാ എവിടെ പോയാലും ഏതായാലും നമ്മളെ വരെ ഹോട്ടൽ ഗംഭീരമായിട്ടോ. ഇനിയിപ്പോൾ ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ ഇപ്പം എങ്ങനെ വരേണ്ടത് വഴിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കേരള റോഡ്, കേരള കർണാടക റോഡ്. കേരള കർണാടക ബോർഡർ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ വന്നാൽ മതി അല്ലേ? இப்படி வரலாம். கேரளா கர்நாடகா பார்டர் இது. இங்கிருந்து இங்க வரலாம். ഊട്ടിക്ക് വരുന്നത് അതിന്റെ റോഡ് സൈഡിൽ തന്നെ അല്ലേ? ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് ഹോട്ടലുകളെല്ലാം 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. 7 കിലോമീറ്റർ ആണ്. എല്ലാവരും ഒരു സർവീസ് ആയിട്ട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ജാസ്തി ഇട്ടെങ്കിൽ ഒരു വലിയ അല്ല സാധാരണ എന്താ പറയുക, ടൂറിസ്റ്റുകളെ ചീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പലയിടത്തും. പക്ഷെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയല്ല. ഊട്ടിയിൽ ഉണ്ടാവും. പക്ഷെ നമ്മളെ റെസ്റ്റോറൻറ്റ് ആദ്യം മുതൽ ഇപ്പോൾ വരെ നമ്മൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതെ. അല്ല എന്നാ ഇവിടെ വരുന്നവര് പിന്നെയും വരികയും ചെയ്യും, വരുന്നവർ റെക്കമെൻഡ് ചെയ്യും. ഏതായാലും ഞാനിവിടെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായി? ഫുഡ് അടിപൊളിയാണ്. സ്ഥിരം കസ്റ്റമേഴ്സേ ഉള്ളൂ എല്ലാവരും അല്ലേ? എന്താ ഉഷാറാണ്. താമസം? അല്ല ഞാൻ ഓരോ രാജ്യങ്ങൾ പോലാണ്. രാജ്യങ്ങൾ പോകും. താൻസാനിയ, യുഗാണ്ട. ഞാൻ ക്യാംസീസിന്റെ ഗ്ലോബൽ ക്യാംസീസ് യുഗാണ്ട, താൻസാനിയ, കോങ്കോ, അതിൻ്റെയൊക്കെ ആഫ്രിക്ക മൊത്തം കവർ ചെയ്ത് ഞാൻ. അപ്പൊ അങ്ങനെ പോയി ഇങ്ങനെ കൊണ്ടുവന്നതാണ് ടൂർ തന്നെ. ഊട്ടി ഫാമിലി ടൂർ തന്നെ. ഫേവറേറ്റ് ഫോർ Ootians? Yeah, of course. We provide very good service here. For all the tourists from anywhere. We are coming all throughout the world. We provide all kinds of food. So not only Indian food, also we provide Chinese. We give home delivery. We, apart from this, we have got our own cottages, homestays. I know. We stayed here. Yeah. So we have got all these services. Okay. We have got all kinds of people coming from all over the world, you know. So we got very good service we get. So here we depend upon the tourist. Yeah, sure. That's the thing. The best tourist destination. Yeah, sure. From earlier itself. Yeah. This Munara will become later onwards. Yeah, I'm in this field for the past 20 years. But Pakistan, what you are doing? I'm running cottage over here. I'm mechanical engineering. Okay, very good. ഇപ്പം നമ്മളെ മോൻ പറയാണ്, ഓൻ പലപ്പോഴായിട്ട് ഊട്ടിയിൽ വരുന്ന. അവരെ ഇത് ഊട്ടിയിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ലൊരു മീൽ ഇവിടുന്ന് കഴിച്ചു എന്നാണ് പറഞ്ഞത്.